സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ ബി ജെ പിക്കാർ കച്ചയം കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ എവിടെയായിരുന്നാലും തടയും. കാലുകുത്താൻ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ല. എന്ത് കാലുകുത്തി? അവർ കാല് വെട്ടിയെടുക്കും, അതേ കൈ വെട്ടിയെടുക്കും, അതേ തല വെട്ടിയെടുക്കും. എന്ത് ചെറ്റത്തരവന്മാർ പറയും, എന്തും പ്രവർത്തിക്കും. അതിനിവിടെ കേസെടുക്കാൻ കേരള പോലീസ് എന്ന് പറയുന്ന സംഘി പോലീസാണല്ല. പിണറായി വിജയൻ ആണത്വമുള്ള ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ എവനെയൊക്കെ അടിച്ചൊതുക്കണം. അപ്പോൾ ധിക്കാരപരമായ രീതിയിൽ അവർ പറയാണ് MLA കാലുകുത്താൻ അനുവദിക്കുന്നില്ല. ഒരു 25-50 BJP കുറെ പറട്ട വയസ്സന്മാരും കുറെ പറട്ട തള്ളകളും കൂടെ വന്നു എന്നിട്ട് പറയാണ്, ബോർഡ് പിടിച്ചോണ്ടിരിക്കുകയാണ്, ഞങ്ങൾ അനുവദിക്കില്ല അവനെ അവിടെ കാലുകുത്താൻ. എന്ത് ചെയ്യും നീയൊക്കെ? ഒരു 100-150 അല്ലെങ്കിൽ 200 കോൺഗ്രസ്സുകാരെ ഇറങ്ങാൻ അവിടെ ഒക്കില്ല, യൂത്ത് കോൺഗ്രസ്സുകാരെ ഒക്കും. അപ്പൊ അവർ സംഘർഷത്തിലേക്ക് നീങ്ങും. അതിനു മുമ്പ് ഈ തെണ്ടികളെ അറസ്റ്റ് ചെയ്ത് മാറ്റിക്കൂടെ? എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്ത് മാറ്റിക്കൂടാ? അപ്പോൾ പോലീസ് എന്ന് പറയുന്നത്, അപ്പോൾ CPM പ്രതിഷേധങ്ങളിൽ അല്ലെങ്കിൽ രാഹുലിനെ തടയാനാ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. അപ്പൊ കോൺട്രാക്ട് BJPക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആരോപണങ്ങളും ആരോപണങ്ങളും ഒക്കെ ഒരുപാടുണ്ടല്ലോ. മുകേഷിന്റെ പേരിലുണ്ടായി, ശശിയുടെ പേരിലുണ്ടായി, പിന്നെ വേറെ ഏതൊക്കെയോ മന്ത്രിമാരുടെ പേരിലുണ്ടായി. അതിനൊന്നും ഒരു കുഴപ്പമില്ല. കോൺഗ്രസ്സുകാരുടെ പേരിൽ അഴിമതി പിന്നെ പീഡന കേസ് വന്ന് അവർ സ്വയം ഉണ്ടാക്കിയ കേസല്ലേ അതെല്ലാം. അതിന് പിന്നെ അഡ്രസ് ഇല്ലല്ലോ, തന്തയില്ലാത്ത കേസല്ലേ അത്. ആരും ഇപ്പൊ പിന്നെ ഇത് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടില്ല, കോടതി കേസ് കൊടുത്തിട്ടില്ല. പിന്നെ ഏതെങ്കിലും ഒരു പിന്നെ ചെറ്റ പെണ്ണ് വന്നിരുന്ന് അതും ഇതും പറഞ്ഞെന്ന് വിചാരിച്ച് ചാനലിന് മുമ്പിൽ വന്നിരുന്ന് പിന്നെ ചിരിച്ചും കൊണ്ട് പറയുമ്പോഴത്തേക്ക് ഇതിന് കേസെടുക്കാനാ അല്ലെങ്കിൽ പിന്നെ രാഹുലിനെ തേജോവധം ചെയ്യാനാ, രാഹുലിനെ ഇവിടെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറയാൻ BJP-ക്കാർ ആര്? BJP-ക്കാരാ ഇവിടെ നിയമം കൈകാര്യം ചെയ്യുന്ന? ഇവിടെ പോലീസുണ്ട്, ഇവിടെ കോടതിയുണ്ട്, അത് അവർ നോക്കിക്കോളും. അപ്പൊ ഈ സംഘികൾ എന്ന് പറയുന്നത്, സംഘികളായിരുന്നാലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന കൃസംഘികളായിരുന്നാലും രാജ്യത്ത് അരാജകത്വം അക്രമവും അഴിച്ചുവിടെയാണ്. അവർക്ക് എന്തും ആവാം, എന്തൊരു ഹുങ്കാണ്. ഞങ്ങളുടെ പാർട്ടിയാണ് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത്, ഞങ്ങൾ എന്തും ചെയ്യും, ആരാണ് ചോദിക്കാൻ എന്നുള്ള ഒരു ഹുങ്കാണ്. ഈ കേരളത്തിലെ പോലീസ് ഇപ്പോഴാണ് ഇതിങ്ങനെ ആയത്. നേരത്തെ ഒന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിമാര് ഭരിക്കുമ്പോഴത്തേക്കൊന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അടിച്ചൊതുക്കിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അടിച്ചൊതുക്കുന്നില്ല? ഈ കോൺഗ്രസ്സുകാരനായിരുന്നാലും UDF-നെ ആയിരുന്നാലും യൂത്ത് ലീഗിനെ ആയിരുന്നാലും അവർ അടിച്ചൊതുക്കും, അവർ പിടിച്ച് ജയിലിലിടും, ഇല്ലാത്ത കേസുണ്ടാക്കും, വഴി തടഞ്ഞു എന്നും പറഞ്ഞ് കേസ് അവരുടെ പേരിലെടുക്കും. BJP-ക്കാരുടെ പേരിൽ കേസെടുക്കുകയില്ല. ആർക്കാണ് ഭയം? ആഭ്യന്തരമന്ത്രിക്ക് ഭയം? ഞാൻ പറയുന്ന മുഖ്യമന്ത്രി പിന്നെ നമ്മൾ പിണറായി വിജയൻ ആഭ്യന്തരം രാജിവെക്കണം, ആ ശിവൻകുട്ടിയെ ഏൽപ്പിക്കണം. ശിവന്തിക്കുട്ടി എന്നൊക്കെ പറഞ്ഞ ആ നല്ല കാലത്തെല്ലാം പിന്നെ DYFI-യുടെയും പിന്നെ SFI-യുടെയും ഒക്കെ നല്ല നേതൃത്വ സ്ഥാനത്തിരുന്നാണ്. അവർക്ക് അതിനുള്ള വീര്യമുണ്ട്, അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള തൻ്റെ ഇടമുണ്ട്. ഈ BJP-ക്കാരൊക്കെ അടിച്ചൊതുക്കി ജയിലിലാക്കണ്ടേ, കേസെടുക്കണ്ടേ അവരുടെ പേരില്? കേസെടുക്കാത്തതുകൊണ്ടല്ലേ അവന്മാർ വീണ്ടും വീണ്ടും കാണിക്കുന്നത്. ഈ പെണ്ണുങ്ങളെ ആയിരുന്നാലും ആണുങ്ങളെയും പിടിച്ച് ജയിലിലിടണ്ടേ? അപ്പൊ കോൺഗ്രസ്സുകാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും പിന്നെ മുസ്ലിം ലീഗുകാരെയൊക്കെ പിടിച്ചിടാം, അവരുടെ പേരിൽ കേസെടുക്കാം, അവരെ ജയിലിലാക്കാം. ഇവരെ ജയിലിലാക്കാൻ ഒക്കില്ല. എന്താണ് പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത്? പിണറായി വിജയൻ ഈ അവസാനം വയസ്സാം കാലം ആകുമ്പോഴത്തേക്ക് BJP പോകുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും ശരി, ഈ കാണിക്കുന്ന രീതി യാതൊരു കാരണവശാലും കേരളത്തിന് ഭൂഷണമല്ല. കേരളത്തിലാണ് കുറച്ചെങ്കിലും മതേതരത്വം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം. ലോകത്ത് എവിടെ പോയാലും പറയും, BJP-ക്ക് കേരളത്തിൽ ഒരു സീറ്റും ഇല്ല, കേരളത്തിൽ ഒരു സീറ്റും ഇല്ല. അപ്പോൾ നിയമസഭയില് 140 സീറ്റുള്ളതിൽ ഒരു സീറ്റ് പോലും പിന്നെ BJP-ക്ക് ഇല്ലാതെ ഞങ്ങൾ വളരെ അഹങ്കാരത്തോടു കൂടി ഇവിടെ പലയിടത്തും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പലയിടത്തും ഇവിടെ ഞങ്ങൾ വിദേശത്ത് താമസിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ സന്തോഷത്തോടു കൂടി പിന്നെ അഭിമാനത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു സീറ്റ് പിന്നെ 20 സീറ്റിൽ ഒരു സീറ്റ് പാർലമെന്റിൽ സുരേഷ് ഗോപിക്ക് ഒറ്റപ്പെടുത്ത ആ ചെറ്റ പിന്നെ അച്ചായന്മാർ ചെയ്ത വേലയാണ്. അവന്മാർ ആ പാമ്പ്ലാനി ഉണ്ടല്ലോ, ആ അച്ഛനും അവർ പിണിയാളികളും കൂടി ചേർന്നാണ്. അവരൊക്കെ എന്ത് ചെറ്റത്തരവും കാണിക്കും. അവർ കാല് വാരും, കാല് വെട്ടും, എന്തും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും അവരുടെ പേരിൽ കേസ് വരാതിരിക്കാൻ വേണ്ടി അവരുടെ പേരിലൊക്കെ ഒരുപാട് കേസ് വരും. സുരേഷ് ഗോപി അവിടെ ജയിച്ചില്ലായിരുന്നു, പിന്നെ കള്ള വോട്ട് ആവശ്യം പോലെ ജയിച്ചു. അങ്ങനെയൊക്കെയാണ് സുരേഷ് ഗോപി ജയിച്ചത്. തൃശ്ശൂർ പൂരം കലക്കി. അപ്പോൾ അങ്ങനെയൊക്കെ കുറെ പേര് വോട്ട് ചെയ്ത് സുരേഷ് ഗോപി എങ്ങനെയായിരുന്നാലും ജയിച്ചു കിട്ടിയെന്ന് പറഞ്ഞാൽ കള്ള വോട്ടിലാണ് കൂടുതലും. പിന്നെ ഈ പിന്നെ പാമ്പ്ലാനിയെ പോലുള്ള കുറെ അച്ഛന്മാര് കൂടെ ചേർന്ന് സപ്പോർട്ട് ചെയ്താണ് അവിടെ ചെയ്തത്. അപ്പോൾ കൊണ്ടുവന്ന് കിരീടം വയ്ക്കുക, സ്വർണ്ണ കിരീടം, അതായത് ചെമ്പ് ഗോപി എന്നല്ലേ പേര് തന്നെ. ചെമ്പിലെ സാധനം സ്വർണം മുക്കി. എന്താ തെണ്ടിത്തരമാണ്. മനുഷ്യന്മാരാകുമ്പോൾ കുറച്ചൊക്കെ ഒരു പിന്നെ ഒരു വ്യക്തിത്വം വേണ്ടേ? മനുഷ്യ സമൂഹത്തിൽ നമ്മളിറങ്ങി നടക്കുമ്പോൾ അതിനൊക്കെ ജനങ്ങളെ പറ്റി നിങ്ങൾ കാണുന്നില്ലേ? ഇപ്പോൾ
ഈ ഒരു MP ആണ്, ഒരു മന്ത്രിയാണ്, ജനങ്ങളുടെ അടുത്തൊക്കെ പെരുമാറുന്ന രീതിയില്ലേ, കാണുന്നില്ലേ നിങ്ങള്? രാജാക്കന്മാർ പോലും ഇങ്ങനെ പെരുമാറില്ല. ആര്, എന്ത്, ഞാൻ ആരാണ്, നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത്, എന്ത് ധാർഷ്ട്യമാണ്? ഇങ്ങനെയുള്ള ചെറ്റകളെ പിടിച്ച് MP ഒക്കെ ആക്കുന്ന മണ്ടന്മാര് തൃശ്ശൂർക്കാർ. അവർക്കിപ്പോ മനസ്സിലായി എന്തായാലും ഇങ്ങനെ ഒരു അബദ്ധം ഇനി മേലിൽ പറ്റൂല. സാധാരണ ഹിന്ദുക്കളോട് പോലും വളരെ വൃത്തികെട്ട ഒരു പാവപ്പെട്ട ഹിന്ദുമായ ഒരു മനുഷ്യൻ ഒരു മെമ്മോറാണ്ടം കൊണ്ട് കൊടുക്കാൻ പോയപ്പോൾ അത് സ്വീകരിച്ചില്ല. അത് നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് കൂടി, നമ്മുടെ മറ്റടുത്ത് കൂടും, MLA അടുത്ത് കൂടും എന്ന് പറയുന്ന എന്ത് ധാർഷ്ട്യത്തിലാണ് സംസാരിക്കുന്നത്? ഇങ്ങനെ ഉള്ളവന്മാരെയൊക്കെയാണ് പാർലമെന്റിലായിരുന്നാലും നിയമസഭയിലായാലും കയറ്റിവിടാണ്. അപ്പോൾ അവര് അധികാരം കിട്ടി അവർ എന്ത് ചെറ്റത്തരവും കാണിക്കും, എന്തും കാണിക്കും. അവർക്ക് ആരെയും ഭയമില്ല. എന്തുകൊണ്ടാണ് അവർക്ക് ഭയമില്ലാതായത്? BJP-ക്കാർക്കും സംഘപരിവാറുകാർക്കും ആ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതാണ്. അല്ലെങ്കിൽ അവർ ശക്തമായി മറുപടി കൊടുക്കുമായിരുന്നു. അവർ അവിടുത്തെ വോട്ടൊക്കെ അറിയാനല്ല മലപ്പുറത്ത് അവർ ഓടിത്തള്ളിയത്. അപ്പോൾ ഞാനിപ്പോൾ ശക്തമായി പ്രതികരിക്കാൻ വേറൊരു പാർട്ടി ഇല്ലാത്തത് കൊണ്ടാണ്. SDPIയും പോപ്പുലർ ഫ്രണ്ടും ശക്തമായി പ്രതികരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഭയന്നാണ് അവന്മാർ കഴിഞ്ഞത് തന്നെ. കേരളത്തിൽ കൊലപാതകം എന്തുകൊണ്ടാണ് ഇല്ലാതായത്? ഇപ്പം രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നില്ല? BJP-ക്കാർ അല്ലെങ്കിൽ ആഴ്ചയോടാഴ്ച മാസത്തിലൊരിക്കൽ ആരെങ്കിലും ഒക്കെ വെട്ടിക്കൊല്ലേ, കുത്തിക്കൊല്ലേ, എന്തൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ അങ്ങനെ കൊലപാതകങ്ങളൊന്നുമില്ല. കേരളം ഒരുവിധം ശാന്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി അവർ പുതിയ പരിപാടിയായിട്ട് ഇറങ്ങുകയാണ്. എങ്ങനെ ഇവിടെ അക്രമവും അസംതൃപ്തിയും ഇവിടെ വിദ്വേഷവും വെറുപ്പും വർഗീയ ചേരിതിരിവും ഒക്കെ ഉണ്ടാക്കാമെന്നാണ് അവര് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനായി എന്ത് ചെറ്റത്തിലും അവർ കാണിക്കും. അപ്പൊ അത് നമ്മൾ കരുതിയിരിക്കണം. കേരളത്തിലെ സംസ്കാര സമ്പന്നരായ വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ജാതി ഏതായിക്കൊണ്ട് പോട്ട്, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും യഹൂദനായാലും ഏത് മതക്കാരനും ആയിക്കൊണ്ട് പോട്ട്, അവനവന്റെ വിശ്വാസ പ്രമാണം അവൻ ജീവിച്ചോട്ടെ. നിങ്ങൾ അക്രമങ്ങൾ കാല് വെട്ടുമെന്നും കൈ വെട്ടുമെന്നും തലവെട്ടുമെന്നും പറയാൻ അങ്ങനെയുള്ളവനെ പിടിച്ച് എന്തുകൊണ്ട് അവന്റെ പേരിലൊന്നും കേസെടുത്ത് അകത്താക്കുന്നില്ല? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഒരു വിഭാഗം ജനങ്ങൾക്ക് ഇരട്ട നീതി പാടില്ല. സത്യസന്ധമായിട്ട് ഇപ്പൊ പിണറായി വിജയന് അധികാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അധികാരം സത്യസന്ധമായിട്ട് ഉപയോഗിക്കണം. ചെറ്റത്തരം കാണിക്കുന്നവന്മാരെ നിയമത്തിന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവരണം. അത് ഒരു വിഭാഗത്തിന്റെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക, കേസെടുക്കുക, ജയിലിലാക്കുക, BJP-ക്കാരെ വെറുതെ വിടുക എന്ന് പറഞ്ഞാൽ അവന്മാർക്ക് അങ്ങനെ അഹങ്കാരം വന്നതാണ്. ഞങ്ങളൊന്നും ചെയ്യില്ല എന്നും പറഞ്ഞ ഒരു വെല്ലുവിളിയാണ്. വേണമെങ്കിൽ എന്റെ പേരിൽ കേസെടുത്തോ എന്ന് അവർ പറയുകയും കൂടി ചെയ്യല്ലേ. അപ്പൊ ഇതിന് മറുപടി എന്ന് പറയുന്നത് ചെയ്യേണ്ടത് ഒന്നുകിൽ പിണറായി വിജയൻ ആഭ്യന്തരം ഒഴിഞ്ഞ് ശിവൻകുട്ടിക്ക് കൊടുക്കണം. ശിവൻകുട്ടി കൈകാര്യം ചെയ്ത് കാണിച്ചു തരിക എങ്ങനെയാണെന്ന്. അത് ഇവിടെയുള്ള കേരളത്തിലെ ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്നവരായിരുന്നാലും അനുകൂലിക്കാത്തവരായിരുന്നാലും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടമാണ് കേരളത്തിലുള്ളത്. ഇപ്പോൾ LDF-ൻ്റെത്. അത് പൂർത്തിയാവുന്നവരെ അവർ പൂർത്തീകരിക്കട്ടെ, ഒരു കുഴപ്പമില്ല. ഇപ്പൊ BJP-ക്കാർ ഇറങ്ങിയിട്ട് ഇല്ല നിങ്ങൾ ഇറങ്ങി പോകണമെന്ന് പറയും. വേണമെങ്കിൽ അവിടെ ഒരു ലാത്തി ചാർജാ അവരെ വെള്ളച്ചീറ്റലൊക്കെ ഉണ്ടായ BJP-ക്കാരെ ഒന്നും ചെയ്യാൻ ഒക്കില്ല. അവർക്ക് ഭയമാണ് പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവന്മാര് തന്നെ സംഘികളല്ലേ. അപ്പൊ സംഘപരിവാർ ശക്തികൾ പറയുന്ന ആളിനെ DGP ആക്കുക, മോഡിയുടെ ഇഷ്ടക്കാരെ കൊണ്ടുവന്ന് പോലീസിന്റെ തലപ്പത്തിരുത്തുക. അങ്ങനെ വരുമ്പോ എന്തായാലും പോലീസ് നിഷ്ക്രിയരായിരിക്കാനേ ഒക്കുള്ളൂ. പോലീസുകാർക്ക് പേടിയാണ് BJP-ക്കാരാ. എന്തിനു പേടിക്കണം? ആണായിട്ട് ജീവിക്കണം, അന്തസ്സോടെ ജീവിക്കണം. പോലീസായിരുന്നാലും ശരി, അല്ലാതെ ആയിരുന്നാലും ശരി. മരണമായിരുന്നാലും ജനനമായിരുന്നാലും അതൊക്കെ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ സമയത്ത് മരിക്കും, ആ സമയത്ത് ജനിക്കുകയും ചെയ്യും. അതിന് ഈ ആവശ്യമില്ലാത്ത തെണ്ടികളെ കാല് താങ്ങേണ്ട കാര്യമൊന്നുമില്ല. അന്തസ്സോടെ അഭിമാനത്തോടെ നിങ്ങൾ പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്, സത്യസന്ധമായിട്ട് ജോലി ചെയ്യണം. ഒരുത്തനെയും ഭയക്കരുത്. ഭരണകൂടത്തെ ആയിരുന്നാലും ശരി, ഭരണകൂടത്തെ താങ്ങുന്ന മൂടുതാങ്ങികളായിരുന്നാലും ശരി, ഈ BJP-ക്കാരെ സംഘപരിവാറെ നിങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സത്യസന്ധമായിട്ട് നീതി നിർവഹിക്കണമെന്നാണ് എനിക്ക് ഇവിടെയുള്ള പോലീസ് സേനയോട് പറയാനുള്ളത്. നമ്മുടെ ഭാവി കേരളം ശോഭനമായ ഒരു ഭാവി കേരളത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രയത്നിക്കാം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.